ഫസ്റ്റ് ഡൗൺ റിപ്പോർട്ട്. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിൽ ആന്റോ ആന്റണി എംപിക്കെതിരെ ഇഡി അന്വേഷണം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും. സ്ഥാപന ഉടമ NM രാജു 2 കോടി രൂപ നൽകിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ആന്റോ ആന്റണിക്ക് ലഭിച്ചത് തട്ടിപ്പ് പണമാണെന്ന വിലയിരുത്തലിലാണ് ഇഡി ഉള്ളത്. കേസിൽ NM രാജുവിന്റെയും കുടുംബത്തിന്റെയും 44.5 കോടിയുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചിട്ടുണ്ട്. ശരൺ നൽകും വിശദാംശങ്ങൾ. ശരൺ, ഈ 2 കോടി എങ്ങനെയാണ് ആന്റോ ആന്റണി കൈപ്പറ്റിയത്? അക്കൗണ്ടിലാണോ, ചെക്കായിട്ടാണോ? ഇതിലൊക്കെ വിശദമായി തന്നെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കണം. ഈ കണക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ വാ തുറക്കില്ല എന്ന നിലപാടാണോ ആന്റോ ആന്റണിക്കുള്ളത്? റോഷ്നി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് വിധത്തിലാണ് ഈ പണം കൈമാറിയെന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നെടുമ്പറമ്പിൽ നിക്ഷേപ തട്ടിപ്പ്, അത് വലിയ തട്ടിപ്പാണ്. പല ആളുകളിൽ നിന്നും ഇത്തരത്തിൽ വലിയ തോതിൽ നിക്ഷേപം സ്വീകരിക്കുന്നു. അതിനുശേഷം അത് തിരികെ നൽകാതെയുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. 2024 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ചുള്ള ECIR രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പരിശോധനകൾ NM രാജുവിന്റെ വീട്ടിലും സ്ഥാപനത്തിലടക്കം നടത്തുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് ഇഡി വാർത്താക്കുറിപ്പായിട്ട് പുറത്തിറക്കിയെടുത്തത് ചില രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ ഉടമകളുടെ പേരിലുള്ള 44.5 കോടിയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിന് പിന്നാലെ ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്ത പണം അത് ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്, എവിടെയൊക്കെയാണ് കൈമാറ്റം നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് 2019 NM രാജു, ഈ സ്ഥാപനത്തിന്റെ ഉടമയായ NM രാജു 2 കോടി രൂപ ആന്റോ ആന്റണിക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആന്റോ ആന്റണി MPയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഇഡി പോകുന്നത്. അതിന് മുന്നോടിയായി ഇഡി തീരുമാനിച്ചിരിക്കുന്നത് NM രാജുവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് മൊഴികൾ ശേഖരിക്കുകയാണ്. അങ്ങനെ മൊഴികൾ എടുത്ത ശേഷമായിരിക്കും ആന്റോ ആന്റണിക്ക് നോട്ടീസ് അയക്കാനുള്ള നീക്കം ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുക. ഇതിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. നേരത്തെ റോഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പണം എങ്ങനെയൊക്കെയാണ് കൈമാറ്റം നടന്നിരിക്കുന്നതെന്നുള്ളതാണ്. നേരത്തെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ NM രാജു ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് ഈ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് 2019 തെരഞ്ഞെടുപ്പ് കാലത്താണ് ആന്റോ ആന്റണിക്ക് ഇത്തരത്തിൽ 2 കോടി രൂപ നൽകിയിരുന്നെന്നുള്ളതാണ്. പിന്നീട് തന്റെ കുടുംബാംഗങ്ങൾ വീട്ടിലെത്തി ആവശ്യപ്പെട്ടിട്ട് പോലും ആ പണം തിരികെ നൽകി. 20 ലക്ഷം മാത്രമാണ് തിരികെ നൽകിയിരുന്നത്. ബാക്കി തുകയും തന്നെ തിരികെ നൽകാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ആന്റോ ആന്റണി ആണെങ്കിൽ ഇത് സമ്മതിക്കുന്നുണ്ട്. താൻ ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിരുന്നു. അത് ഇലക്ഷന്റെ ഭാഗമായിട്ടൊക്കെ, ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടൊക്കെ താൻ ഇത്തരത്തിൽ പണം സ്വീകരിക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു പണം സ്വീകരിച്ചിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എത്ര രൂപയാണ് തിരിച്ചു കൊടുത്തെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എത്ര രൂപ തിരിച്ചു നൽകുന്ന കാര്യത്തിലൊന്നും തന്നെ ആന്റോ ആന്റണി വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുരുക്ക് ഈ ആന്റോ ആന്റണിക്ക് മുറുകുന്നു എന്നുള്ളത് തന്നെയാണ്. ആന്റോ ആന്റണിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 കോടി കൊണ്ട് എന്താണ് ചെയ്തത്, എവിടെയാണ് ഉപയോഗപ്പെടുത്തിയെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായ മറുപടി ഇഡിക്ക് മുന്നിൽ ആന്റോ ആന്റണിക്ക് നൽകേണ്ടി വരും. അങ്ങനെ 2 കോടി രൂപ കൈപ്പറ്റിയിട്ട് തിരികെ നൽകില്ല എന്നുണ്ടെങ്കിൽ അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്, കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണമാണ്. സ്വാഭാവികമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് അത് കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് അവർക്ക് കടക്കാനും കഴിയും. ശരി, ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ആന്റോ ആന്റണി സ്വീകരിച്ച പണം അതേത് വഴിക്കാണ് എന്നുള്ളതിലൊക്കെ ഇഡിക്ക് വ്യക്തത വരുത്തണം. അപ്പോൾ അതിൽ കൃത്യമായ മറുപടിയും നൽകേണ്ടി വരും. ഇഡി അന്വേഷണം നടക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എന്തായാലും നോട്ടീസ് നൽകാൻ തന്നെയാണ് തീരുമാനം. ഈ സ്ഥാപന ഉടമ NM രാജു 2 കോടി രൂപ നൽകിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാനൊക്കെ ഒരുങ്ങുന്നത്. പണം തിരികെ നൽകിയെന്നൊക്കെ ആന്റോ ആന്റണി പറയുന്നുണ്ട്. പക്ഷേ കണക്കുകളുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും കൃത്യമായ ഒരു വ്യക്തത ആന്റോ ആന്റണി തരുന്നില്ല. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണമാണ്, തട്ടിപ്പ് പണമാണ് എന്നുള്ള വിലയിരുത്തൽ ഇഡിക്കുണ്ട്. എന്തായാലും കേസിൽ NM രാജുവിന്റെ കുടുംബത്തിന്റെയും 44.5 കോടിയുടെ സ്വത്തുക്കൾ ഇതിനോടകം ഇഡി മരവിപ്പിച്ചിട്ടുണ്ട്.